കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും, അല്ലെങ്കിൽ മരണം. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക, സ്നേഹിക്കുക പരസ്പരം. ശുഭദിനം. വിശ്വാസം എല്ലാം സാധ്യമാക്കുന്നു. പ്രതീക്ഷ എല്ലാം പ്രാവർത്തികമാക്കുന്നു. സൗഹൃദം എല്ലാം സന്തോഷമാക്കുന്നു. സ്നേഹം എല്ലാം മനോഹരമാക്കുന്നു. ഹൃദയപൂർവ്വം ശുഭദിനം. രാവിലെ തന്നെ പുള്ളീൻ്റെ ഒരു മോട്ടിവേഷൻ കേട്ടപ്പോഴത്തേനും ഉണ്ടല്ലോ, ഫുള്ളി ചാർജ്ഡാണ്. എന്തായാലും സ്കൂൾ തുറക്കാൻ വേണ്ടി ഒരാഴ്ചയും കൂടെ ഉണ്ട്. ഒരാഴ്ചയും കൂടി ഇതെല്ലാം കേൾക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ ആൾ കൊള്ളാം കേട്ടോ. ചങ്ങായി ആരോ പഠിപ്പിച്ചു കൊടുത്തതാണെങ്കിലും സംഭവം അടിപൊളിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ശുഭദിനം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് എന്താ പറയുന്നത്, ജീവിതം ആസ്വദിക്കണമെന്ന്. എൻ്റെ പൊന്നു ചങ്ങായി, പോയി നീ ആദ്യം 2 മാസം ലീവുള്ളപ്പം പോയിട്ട് ആദ്യം ആസ്വദിക്കുക. വെറുതെ ഇങ്ങനെ ഡാഡി എഴുതി തരുന്ന സ്ക്രിപ്റ്റും വായിച്ചിങ്ങനെ നിൽക്കാണ്ട്. എന്തായാലും സംഭവം പുള്ളി ഒരു വലുതാവുന്ന സമയത്ത് ഒരു വലിയൊരു പ്രാസംഗികനാവാൻ ചാൻസ് ഉണ്ട്. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു കലയാണ്. അങ്ങനെ ഒരു കല നടത്തിക്കൊണ്ടിരുന്ന ഒരു കലാകാരനാണ് ഇന്നലെ കോഴിക്കോട് നിന്ന് ആട്ടിപ്പുറത്താക്കി. കാരണം എന്താണ്, ഈ മോട്ടിവേഷൻ ചെയ്യാൻ വന്നത് ഈ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടാണ്. അതേ ബിസിനസ്സുകാരെ തെറി വിളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇത്രയോ ചാടത്തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. അതായത് മോട്ടിവേറ്ററാണ്. ഈ മോട്ടിവേഷൻ്റെ മെയിൻ കണ്ടന്റ് തന്നെ എന്താണെന്ന് അറിയാമോ? അതായത് പങ്ക്ച്വാലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ മോട്ടിവേറ്ററുടെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. അതേ ആളാണ് കോഴിക്കോട് ഒരു പരിപാടിക്ക് വന്നിട്ട് 1 മണിക്കൂർ ലേറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് വലിയ സംഭവം പോലെയാണ് പറയുന്നത്. ബാക്കി നമുക്ക് കണ്ടുനോക്കാം. ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ, ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ചേ? ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി ഈ പുള്ളിക്കാരനെ പരിപാടിക്ക് വിളിക്കുമ്പം നേരത്തെ പൈസ കൊടുക്കാനാണെങ്കിൽ ഇതേപോലെ പലതും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ പുള്ളീനൊക്കെ പരിപാടിക്ക് വിളിക്കുന്ന സംഘാടകരെ തന്നെ ഫസ്റ്റ് പറയണം. അപ്പോൾ ഇനി അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പരിപാടി എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഫുള്ളായിട്ട് തീർക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് വേണം പൈസ കൊടുക്കാൻ. ഇല്ലെങ്കിൽ ഇതാ പൈസ മേടിച്ച് പെട്ടിയിലിട്ടിട്ട് ഈ പറയുന്ന വായിലിരിക്കുന്നതെല്ലാം നിങ്ങൾ സംഘാടകർ കേൾക്കേണ്ടി വരും. ബാക്കി എന്താ പറയുന്നത് നോക്കാം. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നതേ നടക്കൂ. എന്താ എല്ലാവരും ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തു പോയി. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. നാണമില്ലയോടെ നിനക്കൊക്കെ? ബിസിനസ്സുകാരെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താ പറയുക, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഈ ചങ്ങായി. എന്നിട്ട് ബിസിനസ്സുകാരെ വിളിക്കുന്നത് തെണ്ടികളെന്ന്. എങ്ങനെ ഇരിക്കണം? അതായത് ഈ ബിസിനസ്സുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഉള്ള സംഘടനയാണ് ഈ പുള്ളിക്കാരനെ വിളിച്ച് വരുത്തിയത്. നമുക്ക് കുറച്ച് മോട്ടിവേഷൻ തരണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പുള്ളീൻ്റെ വായിലേക്ക് ഈ 4 ലക്ഷവും കൊടുത്തിട്ട് പുള്ളീൻ്റെ വായിലിരിക്കുന്ന തെറി മൊത്തം ഈ പറയുന്ന ബിസിനസ്സുകാർ തന്നെ കേൾക്കുകയും വേണം. എന്താ അവസ്ഥ? ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? അടിപൊളി. അപ്പോഴത്തേക്ക് ഒരു ചങ്ങായി എണീറ്റ് എന്ന് പറഞ്ഞു, ബിസിനസ്സുകാരെ എന്തിനാ നിങ്ങൾ തെണ്ടിയെന്ന് വിളിക്കുന്നത്? അപ്പോൾ പുള്ളി വിചാരിച്ചു, ഒരാളല്ലേ, ഇതിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബാക്കി പുള്ളി ഡയലോഗ് പറയും. നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. അതിന് ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. എടോ, തന്നെ വിളിച്ചോ ഞാൻ? ശരി ഓക്കെ. അപ്പോൾ സംഭവം ഇതാണ്, അനിൽ ബാലചന്ദ്രൻ്റെ പരിപാടി അവിടെ മുങ്ങിപ്പോവുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സുകാരെ തെറിയും വിളിച്ചിട്ട് അവരുടെ പരിപാടിക്ക് വന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഈ പുള്ളി ചങ്ങായി കുറേ നാളായിട്ട് ഇങ്ങനെ കടന്ന് കുറേ വീഡിയോസെല്ലാം ഇട്ടിട്ട് ആളുകളെല്ലാം ചീത്ത പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ചങ്ങായിയാണ്. അവസാനം കിട്ടേണ്ടത് കിട്ടി, കോഴിക്കോട് നിന്ന് കിട്ടി.
അവസാനം സംഘാടകരെല്ലാവരും കൂടി പുള്ളിക്കാരനോട് പരിപാടി നിർത്തി വീട്ടിൽ പോകാൻ വേണ്ടി പറഞ്ഞു. ഇനിയിപ്പോൾ 4 ലക്ഷം തിരിച്ചു കൊടുത്തോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ചങ്ങായിനെ ഊക്കി അങ്ങോട്ട് വിട്ടിട്ടുണ്ട് കോഴിക്കോടത്തെ നാട്ടുകാർ. ഇതാണ് മോട്ടിവേഷൻ. എന്തിനാണോ നിങ്ങൾക്കെല്ലാം മോട്ടിവേഷൻ? ഇമാതിരി മോട്ടിവേഷൻ എന്തിനാണ് നിങ്ങൾക്കെല്ലാം? ബിസിനസ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക, അടുത്തതിൽ ബിസിനസ്സിലിടുക, വീണ്ടും പൈസ ഉണ്ടാക്കുക. അതിൻ്റെ ഇടയ്ക്ക് 4 ലക്ഷം എല്ലാം കൊടുത്തിട്ട് നിങ്ങൾ തെണ്ടുകളാണ്, നിങ്ങൾ എന്താണ് ബിസിനസ് മറ്റേ കസ്റ്റമറുടെ പുറകെ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോന്നടേ ഇത്? കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്ത് കടിക്കുന്ന പട്ടീനെ മേടിച്ച അവസ്ഥയാണ്. കൊള്ളാം.